വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് ധനബില്ലിൽ നിന്നുകൂടി ഒഴിവാക്കണമെന്ന ആവശ്യമുന്നയിച്ച് VM സുധീരൻ. സമൂഹത്തിൽ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ടെന്ന് VM സുധീരൻ തുറന്നടിച്ചു. എന്നാൽ ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ നികുതി പരിഷ്കാരം ഉൾപ്പെടുത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് UDF തീരുമാനത്തിന് വിധേയമായി നടപ്പിലാക്കുള്ളൂ എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ നികുതി ഇളവ് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ പ്രഖ്യാപനം പ്രഹസനമാകുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഇതേ നിലപാടുമായാണ് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. UDFൽ ചർച്ച ചെയ്യാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശരിവെച്ച് മറ്റ് കോൺഗ്രസ് നേതാക്കളും രംഗത്തുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി, ആ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യും. UDFും കോൺഗ്രസും ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതില്ലാതാക്കാൻ. അതുകൊണ്ട് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് മുന്നണി തീരുമാനത്തിനനുസരിച്ചാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ പൂർണ്ണമായും പിന്നോട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. VM സുധീരൻ അടക്കമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും നികുതി കുറവ് ധനബില്ലിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നീതിയിളവ് നൽകുന്ന ഭാഗവും ഉൾപ്പെടുത്തും. അതിനു മുമ്പ് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.